ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു ഇൻസ്റ്റൻറ്റ് പൈനാപ്പിൾ അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, പിന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും, ആ കാര്യത്തിലൊരു സംശയമല്ല. അപ്പോൾ ഈ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു പൈനാപ്പിൾ ഒരു പകുതിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വലിയ പൈനാപ്പിൾ ആയതുകൊണ്ടാണ് പകുതി എടുത്തത്. ഒരു ചെറിയ പൈനാപ്പിളൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ഉള്ളിലെ കൂനൊക്കെ ഒന്ന് കളഞ്ഞ് ചെറിയ പീസസായിട്ട് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊരു 3 സ്പൂണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു അടി കട്ടിയുള്ള ചട്ടി തന്നെ വെക്കണം. അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ വെളിച്ചെണ്ണയാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നീട് കടുക് ചേർത്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കടുകൊക്കെ ഒന്ന് നന്നായിട്ട് പൊട്ടി വരണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അതൊരു 3 വലിയ സ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ എപ്പോഴും അടിയിൽ പിടിക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോകണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതിനുശേഷം അതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ചെറിയ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് സവോളയാണ് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഞാനിതാ ഒരു സവോള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള നമ്മൾ എപ്പോഴും കട്ട് ചെയ്യുമ്പോൾ പൈനാപ്പിൾ നമ്മൾ ചെറിയ പീസായിട്ടാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു അളവിന് തന്നെ സവാളയും കൂടിയും കട്ട് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ അത് കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ സവാള വേറെ ആയിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കുറച്ചൊന്ന് വഴന്ന് വന്നാൽ മതി. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പിക്കിളാണല്ലോ, അപ്പോൾ അതിലേക്ക് അത്യാവശ്യം ഉപ്പ് വേണം. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ഇത് 2 വലിയ സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാനും ഒരു ഭംഗിയുണ്ടാവും, എന്നാൽ എരിവ് കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാശ്മീരി ചില്ലി യൂസ് ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാ മുളക് പൊടി യൂസ് ചെയ്താലും മതി. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി അതിലേക്ക് സുർക്ക ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിനീഗർ ഞാൻ ഒരു വലിയ ബൗളിൽ നിറയെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വിനീഗർ ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഒരു പുളിയും മധുരവും എരിവൊക്കെ കൂടി നല്ലൊരു ടേസ്റ്റ് വരണമെങ്കിൽ അത്യാവശ്യം വിനീഗർ നമ്മൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കും. നമുക്കതൊന്ന് ചെറുതായിട്ട് വറ്റി വരണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ സവാളയിലേക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റിലേക്കൊക്കെ ഈ വിനീഗറിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിലേക്ക് പൈനാപ്പിൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പൈനാപ്പിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അധികം നേരം നമ്മൾ അടുപ്പത്ത് ഫ്ലെയിം ഓണാക്കി വെക്കരുത്. കാരണം പൈനാപ്പിൾ വെന്ത് പോയാൽ അതിൻ്റെ ഒരു ടേസ്റ്റാണ്ട് മാറും. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ആ പൈനാപ്പിളിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഉപ്പും എരിവും പുളിയും ഒക്കെ ഒന്ന് പിടിക്കണ വരെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തു. നമുക്കതൊന്ന് സെർവ് ചെയ്യാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്, ബിരിയാണിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. അതുവരേക്കും ബൈ. താങ്ക് യു.